Our shower. I just put loads for you, so it Yeah. will be nice someday. Thank you. No worries. ഈ ഒരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചെടുക്കുന്നതല്ല. അതിനൊക്കെ മുന്നേ ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ ഒന്നും ഇതുവരെ ഒരു വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഒരു 2-3 കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു, മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ. അപ്പോൾ എൻ്റെ പേര് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വ്യത്യസ്തയാണ്. എൻ്റെ പേര് ബിസ്മി എന്നാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും വിചാരിക്കും ബിസ്മി എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലേ എന്ന്. പക്ഷെ ഞാൻ മുസ്ലിം അല്ല, ഞാൻ മനുഷ്യനാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ല കേട്ടോ. എൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലാവരുത് എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നല്ല, എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെക്കുറിച്ച് ചെറിയൊരു ഭാഗം പറയാം. അതിനു മുന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നല്ല, ഞാൻ എന്താണ്, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ എങ്ങനെ അയർലൻഡിലെത്തി, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എല്ലാം പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ മുന്നേ ചെറിയൊരു സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യാം. എല്ലാം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ എൻ്റെ പേര് ബിസ്മി എന്നാണ്. ഞാൻ വരുന്നത് നമ്മുടെ കൊച്ചു സുന്ദരമായ വയനാട്ടിൽ നിന്നാണ്. വയനാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഇനിയിപ്പോൾ അവിടെ വിമാനത്താവളമില്ലേ, റെയിൽവേ സ്റ്റേഷനില്ലേ, കടലില്ലേ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല അടിപൊളി ആൾക്കാരുള്ള ഒരു രാജ്യമാണ് പോലും, ജില്ലയാണ് വയനാട്. അപ്പോൾ വയനാട്ടിൽ നിന്ന് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോട്ടാമൂല എന്ന് പറയും. എല്ലാവർക്കും സുൽത്താൻ ബത്തേരി കേട്ടിട്ടുണ്ടാവില്ലേ? സുൽത്താൻ ബത്തേരി നിന്ന് വീണ്ടും കുറച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ തോട്ടാമൂല എത്തും കേട്ടോ. തോട്ടാമൂല എന്നുള്ളത് ഷോർട്ടാക്കി ഞാൻ തോട്ടാല എന്നാണ് പറയും. അപ്പോൾ ഈ കഥ ഇന്ന് ഇവിടെ നിൽക്കട്ടെ. ഇനി ഇന്നത്തെ വിശേഷം നമുക്ക് കാണാൻ പോവാം. അതിനൊക്കെ മുന്നേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു വീഡിയോ ഉണ്ടാവാനുള്ള കാരണക്കാരൻ ആരാന്നറിയോ? വേറെ ആരുമല്ല, എൻ്റെ ഗ്രിഫിത്ത് കോളേജ് തന്നെയാണ്. ഞാനിവിടെ അയർലൻഡിൽ ഡബ്ലിനിലെ ഗ്രിഫിത്ത് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ MSc ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അതിൻ്റെ പേരിൽ 2 ആഴ്ചയായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാലല്ലേ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. അതിനു വേണ്ടിയുള്ള യാത്രയാണ്. പക്ഷെ അതിനു മുന്നേ വേറൊരു സ്റ്റോറി ഉണ്ട്. ഇത് എന്തോ ഒരു സ്റ്റോറിയാണെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ എനിക്ക് കോളേജിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് നമ്മുടെ എക്സാം നമ്പർ മസ്റ്റ് അല്ലേ? പക്ഷേ എൻ്റെ ഷീറ്റ് എനിക്ക് തന്ന ആളുടെ കയ്യിൽ എൻ്റെ എക്സാം നമ്പർ മാത്രമില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊണ്ട് തരാമെന്ന്. അവസാനമായിട്ട് എനിക്ക് നമ്പർ കിട്ടിയില്ല. പക്ഷെ ഞാൻ മെയിലൊക്കെ അയച്ചു കൂട്ടാം മാനേജ്മെൻറ്റിന്, ഇങ്ങനെയൊക്കെയാണ് എന്ന്. പക്ഷെ ഞാൻ ആ മെയിൽ അയച്ചെങ്കിലും എനിക്ക് റിപ്ലൈ മെയിലൊന്നും വന്നില്ല. അപ്പം നമുക്ക് ടെൻഷൻ ആവുമല്ലോ, നമ്മൾ ഇത് എക്സാമിന് റിപ്ലൈ കിട്ടണ്ടേ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കോളേജിൽ പോകാമെന്ന് വിചാരിച്ച് രാവിലെ ഇറക്കായിരുന്നു. അപ്പോഴാണ് ദേടാ ആ മെയിൽ വന്നേക്കണു. ആ മെയിലിൽ പറഞ്ഞേക്കണേ പേടിക്കാനൊന്നുമില്ല, നമ്മളെല്ലാം സെറ്റാക്കിക്കോളാമെന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം, ഇത്രയൊക്കെ ചെയ്തല്ലേ, പിന്നെ ഒന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ആക്കാമല്ലോ, കുറച്ച് സ്ട്രെസ് ഉണ്ടെന്നേ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരെ പോയത് താലയിലേക്കായിരുന്നേ. താല എന്ന് പറയുന്നത് എൻ്റെ സ്ട്രെസ് റിലീഫ് സെൻ്ററാണ്. നാട്ടിലുള്ളപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ ഞാൻ നേരെ പോണത് ബത്തേരിയിലേക്കാണ്. നമ്മുടെ ബത്തേരിയിൽ ഇഷ്ടം പോലെ കടകളുണ്ട്. അവിടെ ഏതെങ്കിലും കടയിൽ കയറി ഞാനൊരു ബിരിയാണി കഴിക്കും. ആ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ് അങ്ങ് മാറിക്കോളും. പക്ഷെ ഇന്ന് എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് നേരെ H&Mയിലേക്കാണ് ഞാൻ കയറിയത്. കുറച്ച് റിഡക്ഷൻ സെക്ഷനിൽ കുറച്ച് സാധനങ്ങൾ കിടക്കണുണ്ടോ, അതിൽ 1-2 ആട്ടോ ഇപ്പോൾ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐറ്റം ഇല്ലേ, ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ മമ്മി നൈറ്റ് ഇടുന്ന ഫീലായിരുന്നു. പക്ഷേ ഈ ഐറ്റം ഇതെനിക്ക് ഇഷ്ടമായി. പക്ഷേ എൻ്റെ കയ്യിലുള്ള പൈസയും ഇതിൻ്റെ പൈസയും തമ്മിൽ അങ്ങ് മാച്ചായില്ല. അപ്പം ഞാൻ അവിടെ വെച്ചിട്ടങ്ങ് ഇറങ്ങി. ചില ദിവസം എനിക്ക് എന്നെ തന്നെ ഹാപ്പി ആക്കണം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യും. അത് ഷോപ്പിങ്ങും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കലും നല്ല ഫുഡ് കഴിക്കലുമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എൻ്റെ അടുത്ത് പറയണേ. എന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയും. എൻ്റെ മുന്നിൽ ഫുഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറന്നു പോകും കേട്ടോ. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന ഫുഡ് വേണമെന്നൊന്നുമില്ല, ഏത് ഫുഡാണെങ്കിലും ഞാൻ കഴിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ H&M എടുത്തില്ല, വേറൊന്നും കൊണ്ടല്ല. ഈ അടുത്ത് ഞാൻ 2-3 എടുത്തായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്തോ ഒരു മൂഡ് തോന്നിയില്ല എടുക്കാൻ വേണ്ടിയിട്ട്. മൈൻഡ് അപ്പോഴും എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നൈസിൽ H&M അങ്ങ് പുറത്തിറങ്ങി. ഇന്ന് വീക്ക് ഡേയ്സും കൂടി ആയിരുന്നേ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. തലയിൽ പിന്നെ തിരക്കിന് പഞ്ഞില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വരും അവിടെ വാങ്ങാനും ഇവിടെ വാങ്ങാനും, അത് കഴിക്കാനും ഇത് കഴിക്കാനും. അത് നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ ആ ചില്ലുകൂട്ടിൽ എൻ്റെ കണ്ണുടക്കിയത്. വേറെ ഒന്നല്ല, പർപ്പിൾ കളറിലിരിക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി 2 ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളിൽ കയറിയത്. പക്ഷെ
പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാനൊരു പുള്ളിക്കാരിനെ അങ്ങ് പരിചയപ്പെട്ടു. അവിടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് കേട്ടോ. ഇത്രയും വെൽക്കമിങ് ചെയ്യുന്ന ഒരാളെ ഞാൻ അയർലൻഡിൽ എത്തിയിട്ട് ആദ്യമായിട്ട് കാണാനേ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാൾ. ഞാൻ ആദ്യമായിട്ടാണ് റിച്വൽസിൽ കയറുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒന്നെങ്കിൽ കയ്യിലെ പൈസ ഇതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. ഇത് രണ്ടും ഒത്ത് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ കിട്ടിയ ദിവസമൊന്നും അല്ല കേട്ടോ ഇന്ന്. ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയതാ. ആ ചേച്ചി എന്നെ പിടിച്ചങ്ങ് ട്രാപ്പ് ചെയ്തു. ഇത്രയും നീണ്ട എൻ്റെ ഒരു ലൈഫിൽ ഇതുവരെ ഒരു കടയിൽ കയറിയിട്ടും അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഞാൻ വീണിട്ടില്ല സത്യമായിട്ടും. പക്ഷേ ഇന്ന് ഈ ചേച്ചി എന്നെ വീഴ്ത്തിക്കളഞ്ഞു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ, 2 സാധനം നോക്കിയിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോഴത്തേക്കും ചേച്ചി ഇതേ എനിക്ക് ചായയും കൊണ്ട് വന്നു. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹെർബൽ ടീ ആണ് കേട്ടോ. എന്തൊക്കെയോ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുള്ളതാണ്. അടിപൊളിയായിരുന്നു. ഇതാണ് ആ മുതൽ. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ പരിചയപ്പെട്ടാലും. ഞാൻ പറഞ്ഞു പെടാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വലിച്ചത് ഈ വാഷ് സ്പേസിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് എനിക്ക് 2-3 സാധനം മണപ്പിക്കാനൊക്കെ തന്നിട്ട് ഞാൻ പറഞ്ഞു കൊള്ളാലോ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്നു എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ട്രൈ ചെയ്യാനല്ലേ, പൈസ ചിലവില്ലല്ലോ. അപ്പം ഞാൻ നേരെ എൻ്റെ കൈയൊക്കെ നീട്ടിക്കൊടുത്തു. ചേച്ചി നേരെ ഒരു ടവലെടുത്ത് എൻ്റെ കയ്യിലങ്ങ് കെട്ടിയിട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊരു മസാജ്. എൻ്റെ പൊന്നടാ, ഞാൻ കൊണ്ടുവന്ന സ്ട്രെസ്സൊക്കെ അവിടെ അലിഞ്ഞില്ലാതായി. ആ വെള്ളത്തിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ തമാശ പറയില്ല കേട്ടോ, സത്യമായിട്ടും. ബോഡി മസാജ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് എവിടെ നിന്നും അവസരം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ചേച്ചി എൻ്റെ കയ്യിൽ മസാജ് ചെയ്തപ്പോൾ വീണ്ടും ആ ത്വര അങ്ങോട്ട് കൂടി. എന്തായാലും മസാജ് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ ഈ അയർലൻഡ് വിട്ട്. കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന ചിലവരുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു മൂഡേ മാറ്റിക്കളയും. ഞാൻ ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് ആക്ച്വലി ആ കടേൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ ആ കടേൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു ചിരിയോട് കൂടിയിട്ടാട്ടോ ഇറങ്ങിയത്. ആ ചേച്ചീൻ്റെ പേര് ചോദിക്കാൻ ഞാൻ സത്യത്തിൽ വിട്ടുപോയി. ഒരു പേരിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അവിടെ വേണമെന്ന് എനിക്ക് തോന്നിയില്ല. ചില ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ചില വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്ന വിഷയമാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആരെടുത്തും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും നമ്മുടെ ഫാമിലീൻ്റെ അടുത്താണെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് പുറത്ത് പോകുക, ചിലവരെയൊക്കെ കണ്ടുമുട്ടുക, ചിലവരോടൊക്കെ ചുമ്മാ സംസാരിക്കുക, അല്ലെങ്കിൽ ചിലവരുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിക്കുക. ഇതിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു മൊമെൻ്റ് മാറിപ്പോകും കേട്ടോ. എൻ്റെ ലൈഫിൽ ഈ ഒരു കടയിൽ ഞാൻ കയറുന്നേ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ കയറി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു മാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊരിക്കലും ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നല്ല കേട്ടോ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു വ്യക്തിനെ കുറിച്ചായിരുന്നു ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒറ്റയ്ക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ എല്ലാം തീരുമാനിക്കണം ഞാനാണ്. എവിടെ പോകണം, എന്ത് കഴിക്കണം, ആരെ കാണണം, എത്ര സമയം അവിടെ ഇരിക്കണം, അങ്ങനെ ഒരു ഫ്രീഡം ഇന്ന് എനിക്കുണ്ട്. അതുമാത്രമല്ല തലയിൽ വന്നാൽ മസ്റ്റായിട്ട് ഫുഡ് കഴിക്കണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതും നമ്മുടെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വരണം. അവിടെ നിന്ന് തന്നെ ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്ന് സത്യമായിട്ടും ഞാൻ അവിടെ പോയിട്ടില്ല. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഐറിഷുകാരിയാവാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇവിടെ കയറി, അതിനുശേഷം ഞാൻ പോണത് ഡോണറ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്താണെന്നറിയില്ല, ഞാൻ 2-3 പേര് കഴിക്കണം കണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഡോണറ്റിന് വേണ്ടിയിട്ട് അവരോട് സ്പെഷ്യൽ കടയുണ്ട്, അവിടെ തന്നെ പോയി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന്. എന്തായാലും ഇത്ര ദൂരം വന്നു, എന്നിട്ട് നമ്മുടെ തറവാട് വരെ പോവാതെ തിരിച്ചു പോവാന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്ക് പേരുദോഷമാവില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ബ്രാൻഡിനെ കുറിച്ചാണ്. നമ്മുടെ പെന്നീസിൽ കയറാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാവില്ലേ? അങ്ങനെ ഞാൻ പെന്നീസിലെത്തിയിട്ട് ഒരുപാട് റിഡക്ഷൻ സെക്ഷനിലൊക്കെ കയറി ചുമ്മാ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ദേ കിടക്കണു €1 ടോപ്പുകളൊക്കെ. അങ്ങനെ ഒന്നും നോക്കിയില്ല, 2 ഞാൻ എടുത്തു. അതെനിക്ക് പാകാവോ ഇല്ലയോ എന്നൊന്നും നോക്കാതെയാണ് കേട്ടോ ഞാൻ €1 എന്ന് കണ്ട ചാടി കയറി എടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ 10 പൈസ, 20 പൈസ, 25 പൈസ എന്നൊക്കെ പറയുന്നത് ഇവിടെ സെൻറ്റുകളാണ്. 10 സെൻറ്റ്, 15 സെൻറ്റ്, 20 സെൻറ്റ്. അതിൻ്റെ മേലേക്ക് വരുന്നതാണ് €1. അതായത് നമ്മുടെ നാട്ടിലെ ₹1 എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആ €1 നമ്മുടെ നാട്ടിൽ ₹100 അടുത്തോളം വിലയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ പൈസയാണ് €1 എന്ന് പറയുന്നത്. അപ്പോൾ €1 സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാതിരിക്കുന്നത് മോശമല്ലേ? നിങ്ങൾ പറ. പെന്നീസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന മാമ്പഴം. എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണും കൂടെ അല്ലേ നാട്ടിൽ. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്ന് ബാഗും വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് നേരെ ഓടുന്നത് പറമ്പിലേക്കായിരിക്കെ. പറമ്പിൽ മാമ്പഴത്തിൻ്റെ ചോട്ടിലെത്തിക്കഴിഞ്ഞ് 5-6 മാമ്പഴം കയ്യിലാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരിക്കും കിട്ടുക. അതേപോലൊരു സന്തോഷം നമുക്ക് ഇവിടെ എവിടെയും കിട്ടാൻ പോണില്ല.
പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന മാമ്പഴത്തിന് ഒരിക്കലും നമ്മുടെ നാട്ടിലെ പറമ്പിൽ നിന്ന് മണ്ണും പറ്റി കിട്ടുന്ന മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിനി എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോസ്റ്റ് ഉണരുന്നുണ്ട്. സങ്കടമൊക്കെ വരും ചില സമയത്ത്. നല്ല കാറ്റൊക്കെ വീശിയിരിക്കുന്ന സമയത്തെ മാമ്പഴം ഇങ്ങനെ ചാടുമ്പോൾ നമ്മൾ പറക്കാൻ അവിടെ ഇല്ലല്ലോ. അങ്ങനെ മാമ്പഴത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ കൂടെ ദേ ഒരു ഐറിഷുകാരി അമ്മൂമ്മ ചുരിദാർ ഇട്ട് പോണു. ഞാൻ വിചാരിച്ചതിപ്പം ഞാൻ കേരളത്തിലെത്തിയതാണോ. ദേ വീണ്ടും എന്നെ നൊസ്റ്റു ആക്കാൻ വേണ്ടി അമ്മൂമ്മ എൻ്റെ മുന്നിൽ കൂടെ പോയെ. ചുരിദാർ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുരിദാറും സാരി എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരു വികാരമാണ്. ചുരിദാർ ഇട്ടില്ലെങ്കിലും സാരി ഉടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കിട്ടില്ല. പക്ഷേ ഇവിടെ വന്നേ പിന്നെ എപ്പോൾ നോക്കിയാലും ജീൻസും ടോപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഏറിപ്പോയ ഒരു ഉടുപ്പും. ഇതേ കൂടുതൽ ഇവിടെ വേറെ ഒരു ഡ്രസ്സും ഇല്ല. നാട്ടിലുള്ളപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ജീൻസും ടോപ്പും ഒക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് എന്ന്. പക്ഷെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച അത് മാത്രമാണ് മനുഷ്യന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം ചുരിദാറോ പട്ടുപാവാടയും ബ്ലൗസോ സാരിയോ ധാവണിയോ അതൊക്കെ ഉടുത്തു കഴിഞ്ഞ് നമ്മളെ കാണാൻ തന്നെ നമുക്ക് എന്നാ സുന്ദരിയ ആ ഒരു മൊമെൻറ്റില്ലേ, അതിനി എവിടെ പോയാലും എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാലും കിട്ടാൻ പോണില്ല. ഞാൻ എന്തൊക്കെയാ ഇരുന്ന് പറയണത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നാട്ടിലെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ വീണ്ടും വന്നിരുന്നിട്ട് 5-6 ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എങ്ങോട്ടായി പോണേന്ന്. ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവേ. എൻ്റെ തൊട്ട് മുന്നിൽ ഒരുപാട് പേര് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം വന്ന് എനിക്ക് ഐസ്ക്രീം ഒന്നും ഇഷ്ടമില്ലാത്ത പോലെ ആവുന്നുണ്ട്. ഒരുപാട് മധുരമാവുന്ന പോലെ. ഞാനിവിടെ ഷുഗർ ഫ്രീ ഡയറ്റ് എടുക്കുന്നുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ എടുക്കുന്നവരൊക്കെ ഒന്ന് പറയണേ. നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നോ, ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. എനിക്കും അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിനി പറയാം. ദേണ്ടടാ ഇതാണ് ഞാൻ പറഞ്ഞ ഡോണറ്റ് കട. ഇവിടെ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, ചേട്ടാ എനിക്ക് ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്തു. ഓവർ മധുരം വേണ്ട. ഡോണറ്റിൽ പിന്നെ മധുരമില്ലാതെ കയ്പ്പാണോ ഉണ്ടാവുക എന്നാണ് ചേട്ടൻ്റെ മുഖത്ത് വന്ന എക്സ്പ്രഷൻ. ലാസ്റ്റ് ആ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുന്ന ദുബായ് ചോക്ലേറ്റിൻ്റെ ഡോണറ്റ് തന്നെ എടുത്തു. ദുബായ് ചോക്ലേറ്റ് കഴിച്ചില്ലെങ്കിലും ഡോണറ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പക്ഷെ ഞാൻ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ മധുരമുണ്ട്. മേലെ കോട്ടിങ് വരുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ മുഴുവൻ കഴിച്ചില്ല കേട്ടോ. പകുതിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ലിയയ്ക്ക് കൊടുക്കാം. നമ്മുടെ ആകാശത്തേക്ക് നോക്കിയാലേ കാർമേഘമൊക്കെ അങ്ങ് മൂടി നിൽക്കുകയാണ്. ഇതേ ഇപ്പം മഴ പെയ്യുമെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ബസ്സിൽ കയറിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് ആ സമയത്ത് മഴ പെയ്താൽ മതിയെന്ന്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അയർലൻഡിൽ മഴ പെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അയർലൻഡിൽ. എപ്പോഴും മഴ ഉണ്ടാവായിരുന്നു. ഇപ്പോൾ വന്ന് സമ്മറിൽ മഴയൊന്നും ഇല്ലാന്നേ. സമ്മറിൽ നല്ല ചൂടായിരുന്നു. അപ്പം നമ്മളൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചു. ദേണ്ടടാ മഴയും പെയ്തു. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ആസ്വദിച്ചു. ഒരുപാട് നാൾക്ക് ശേഷം തൊട്ടടുത്ത് മഴ കണ്ട ഫീലായിരുന്നു. ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് വേണ്ടി തന്ന പോലെയുണ്ട്. നല്ല വെയിലത്ത് പൊള്ളി നിൽക്കുന്ന ഭൂമിയിലേക്ക് കുളിർമയേകാൻ വേണ്ടിയിട്ട് പെയ്തിറങ്ങുന്ന മഴയില്ലേ, അതുപോലെ എൻ്റെ മനസ്സിലേക്കായിരുന്നു ഈ മഴ പെയ്തിറങ്ങിയത്. എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസവും സന്തോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ മഴ പെയ്തപ്പോൾ കിട്ടിയത്. ശരിക്കും ഞാനിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു മൊമെൻറ്റിൽ നേരെ വീട്ടിൽ പോയിട്ട് നല്ല ചൂടൊരു കട്ടൻ ചായയും കുടിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ആന മണ്ടത്തരം ഉണ്ടേ. നമ്മൾ വിചാരിക്കും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് തന്നെ കൊടുക്കണം. അതൊരിക്കലും ഒരു സെൽഫിഷ് ഒന്നുമല്ല കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മൊമെൻറ്റ്സ്, കുറച്ച് സമയം, ഒരു ദിവസമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല ഹാപ്പിയായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, വലിയ പൈസ ചിലവൊന്നും ഇല്ലാന്നേ, ചുമ്മാ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് 4 ആൾക്കാരെ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറെ ആർക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്തു തരാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറേ നേരമായിട്ട് ബസ് എടുക്കുന്നില്ല. ഇതിപ്പോൾ എനിക്ക് മഴ കാണാൻ വേണ്ടി നിർത്തിയിട്ട് തന്നതാണോ എന്നും അറിയില്ല കേട്ടോ. ഒത്തിരി നേരത്തിന് ശേഷമായിരുന്നു ആ ഒരു ബസ് അനങ്ങിയത്. ആ ബസ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ ഫുള്ള് പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ കയറുന്നവരാണെങ്കിൽ ജാക്കറ്റൊക്കെ നനഞ്ഞ് കുതിർന്നിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മഴത്തുള്ളി പോലും വീണിട്ടില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ട്. മിക്കവാറും മഴ പെയ്യും. ഭാഗ്യം അവിടെയും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ വീടെത്തി
കിട്ടിയിട്ടേ മഴ പെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ തിരിച്ച് വീട്ടിൽ കയറുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ എല്ലാ സ്ട്രെസ്സും ഞാൻ താലയിൽ കൊണ്ടുപോയി കുഴിച്ചങ്ങ് മൂടി, എന്നിട്ട് തിരിച്ചു പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ദിവസം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പോലെ നിങ്ങളും നിങ്ങളുടെ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയണേ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുക.